ഏതാ ചൂടെന്ന് പറയാ ഭയങ്കര ചൂടാണ് കണ്ടില്ലേ, നല്ല ചൂടാ. ഈ ചൂട്ടത്ത് നമുക്ക് കണ്ടില്ലേ ഐസ് ചേട്ടൻ വന്നിട്ടുണ്ട്. ഐസ് ചേട്ടൻ ഐസ് മേടിക്കാം നമുക്ക്. ഉമ്മക്ക് ഐസ് വേണോ? ഉപ്പാക്ക് വേണം ഐസ്? ഉപ്പാക്ക് വേണ്ട ഐസ് നമുക്കേ ഐസ് മേടിക്കാം. എന്തൊക്കെയാ സ്പെഷ്യലാണ് കാണിച്ചു ചോദിച്ചോട്ടാ. ഈ ചൂട് എന്ത് ചൂടാ പറയാ, എൻ്റെ പൊന്നെ പൊരിഞ്ഞ ചൂടിട്ടാ. വെളുപ്പല്ലേ, ഈ ചൂട്ടത്താണ് ഈ മൂപ്പരാൾ ഒന്നിങ്ങോട്ട് എടുക്കുന്നത് അല്ലേ. എന്നിട്ട് വെച്ചാൽ കോൺ ഐസ്, ഇത് എന്തിട്ടാ നോർമൽ ഐസ്, മറ്റേ എടുത്ത ഐസ് എടുത്ത നമുക്ക് കോലൈസ് മതി. ഈ ടൈപ്പ് കണ്ട കോലൈസ് മതി. ഫ്ലേവർ ഏതൊക്കെ ഉള്ള? മാംഗോ ഓറഞ്ച് മുന്തിരിയോ? മാംഗോ ഓറഞ്ച് മുന്തിരി, എനിക്ക് മുന്തിരി മതി. മുന്തിരി ഓറഞ്ചും ഒരു മാംഗോ കൊടുത്തോ. ഉപ്പൊക്കെ വേണ്ടേ? ഉപ്പൊക്കെ വേണ്ട. ചൂട്, ഈ ചൂടത്ത് ഇതുപോലെയൊക്കെ വരുമ്പോ ഒരു സമാധാനം അല്ലേ. ചേട്ടൻ എവിടെ നാട്ടില്? യു പി ഉത്തർപ്രദേശിലെ ആണോ? ഇവിടെ അപ്പൊ സാധനം മേടിച്ചിട്ടാ. എന്നിട്ട് പോയി മുന്തിരി അങ്ങനെ സാമ്പാർ മേടിച്ചിട്ടുണ്ടാണല്ലേ. ഞാൻ മുന്തിരി ഫ്ലേവർ എടുത്തേ, പിന്നെ മാംഗോ ഫ്ലേവർ ഉണ്ട്, ഓറഞ്ച് ഫ്ലേവർ ഉണ്ട്. ഓറഞ്ച് ഫ്ലേവറും കാര്യമൊക്കെ ഉണ്ട് കേട്ടാ. ഉമ്മ പറന്ന് വരുന്നുണ്ട്. ഏയ് ഉമ്മടെ പണ്ടത്തെ മക ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമല്ലേ അത്? ഉമ്മാക്കെന്നല്ല, പൊതുവെ എല്ലാവർക്കും നമ്മളെ കുട്ടിക്കാലത്തടക്കം ഇതുപോലത്തെ ഇതും സിപ്പും കാര്യമൊക്കെയാണ് കേട്ടാ. ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു നോക്കട്ടെ എന്താ പാടുന്നത്. ഓ അപ്പൊ ഈ സാധനത്തിന്റെ വേച്ചന അറിയില്ല കേട്ടാ. വില നോക്കിയില്ല, നേരെ പോയി മേടിച്ചില്ലേ. ഞാൻ 3 എണ്ണം 50 റുപ്യ. നമ്മുടെ കാലത്തൊക്കെ എത്രയാ ഇതിന് വില? 10 പൈസയോ? 10 പൈസ അല്ലേ? മലയാളത്ത്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാ? എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഐസ് ഇതുപോലെ വാങ്ങുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ 10 പൈസ കൊടുത്താൽ മതി. ബസ്സിന് അന്ന് 10 പൈസ കൊടുത്താൽ മതി. ബസ്സിന് അത്യാവശ്യം കൊടുക്കും. ബസ്സിന് 10 പൈസ കാരണം സ്കൂൾക്ക് പോകാനും 10 പൈസ 20 പൈസ തന്നാൽ 25 പൈസ തരും. അതില് 10 പൈസ ബസ്സിന്, 10 പൈസ തിരിച്ചു വരാനുള്ള കാശിന് ഐസ് വാങ്ങിക്കുന്നു. ഇത് നടന്നു വരും. എന്റെ ഓർമ്മയിൽ ഇതിന് 5 രൂപ എന്നുണ്ട്. 5 അല്ല 10 രൂപ. ഇതിനാ 5 രൂപ തന്നെ. സിപ്പപ്പിന് 1 രൂപ. സിപ്പപ്പിന് 1 രൂപ. 50 പൈസക്കും സിപ്പപ്പ് കിട്ടിയിരുന്നു. പിന്നെ 1 ആയി, പിന്നെ 2 ആയി. 2 രൂപയുടെ സിപ്പപ്പ് നല്ല സിപ്പപ്പ്. ഇത് 5 രൂപ. സാധനേ കഴിച്ച് അത് പെട്ടെന്ന് മെൽട്ടായിരുന്നു. ലൂസായിട്ട് സാധനം കഴിയുന്നതിൻ്റെ വീണ് പോയി. നമ്മുടെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ വലിയ കൂടുതലും കെമിക്കലും മായൊന്നും അറിയില്ല. പക്ഷെ ചൂട്ടത്ത് എപ്പോഴൊന്നും ഇല്ലല്ലോ, വല്ലപ്പോഴല്ലേ കഴിക്കുന്നുള്ളൂ അല്ലേ? ഇത് വെക്കാൻ പറ്റും. ഒരു വടി കുത്തി വെച്ചില്ലേ, ഒരു ഏലക്ക ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ട് പീസ വെച്ചൊക്കെ നല്ല ശുദ്ധമായ ഐസ് തിന്നാം. ആണല്ലേ? എടാ ഈ നട്ടപ്പാറ വെയിലത്താണ് ചെക്കൻ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലേ ഉപ്പന്ന് കൊടുന്നില്ലേ, 3 രണ്ടാമത് കൊടുന്നില്ലേ, ആ സാധനം ഫുള്ളും പഴുപ്പിക്കാൻ വെച്ചിട്ടാ. അപ്പൊ കൊറേ എല്ലാം നാശമായി പോയി നോക്കാഞ്ഞിട്ടേ. പിന്നെ ഇപ്പൊ എടുത്ത് നോക്കിയപ്പോ ഉണ്ട് നല്ലത് കുറച്ച് കിട്ടിയപ്പോ എടുത്തു. നേരെ അതുകൊണ്ട് ഇപ്പൊ ഒക്കെ ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചോണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ടൊക്കെ സെറ്റ് ആക്കി വരുന്നുണ്ട്. ഉണ്ടോ വേലുപെട്ട് ഈ എന്താ ഇത് ഉമ്മ ഇവിടെ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി തരാൻ തന്നെ ഉണ്ടാക്കിയിരുന്നുണ്ട്. ശരി കേട്ടാ. പിന്നെ മാങ്ങ ഉള്ളതല്ലേ ഇതില്. 3 മാങ്ങ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ മാങ്ങ ഉണ്ട്. എന്തിനാ റെഡ് കളറ് മുളക് പൊടി ഇട്ടതാ? ശർക്കരയോ ആണോ? അപ്പൊ അതും പിന്നെ വേറെ എന്തൊക്കെയോ മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടമ്മ. ഉണ്ടോ? അപ്പൊ സെറ്റ് ആവട്ടെ, ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ അറിയുന്നത്. ഞാൻ കൊറേ മാമ്പഴ പുളിശ്ശേരി ഞാൻ കഴിച്ചിട്ടുണ്ട്. കിളവി ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കണത് ടേസ്റ്റിന് നോക്കാം നമുക്ക്.
അതെ ഞാനൊരു 3 മാങ്ങ വെതിക്കാനിട്ടു ഇതാണ്ട വെന്തു. അപ്പൊ 3 തന്നെ ഉള്ളൂ. ഇതിയോടെ ചെത്തി വെച്ചില്ലേ. അപ്പൊ ഞാൻ അതിന് 2-3 എടുത്തിട്ടു. പെട്ടെന്ന് ഒരെണ്ണം കൂടി വേണം പറഞ്ഞ തരാനില്ല. അപ്പൊ അതിന് 2-3 എടുത്തിട്ടു. ഇതിൽ കരിമുളക് പൊടി ഇട്ടു, ശർക്കര 3 അച്ച് വെള്ളം ഇട്ടു. മൂവാണ്ട മാങ്ങ മാമ്പഴപ്പുളിശ്ശേരിയിൽ മൂവാണ്ട മാങ്ങ ഇടും അല്ലേ മാ? ഉണ്ടായിക്കൊന്നും ഇട്ടും വെച്ചിട്ട് ഞാൻ പിന്നെ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് മാങ്ങപ്പഴം കറി. അപ്പോൾ അവിടെ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് എന്താ അവസ്ഥ എന്നറിയാം. അതൊന്ന് വേഗണം. നേരത്തെ ഇട്ടത് വെന്തു വേണ്ട, നേരത്തെ ഇട്ടതാണ് ഇത്. ഇപ്പിട്ടത് വേഗണം. അത് വേഗട്ടെ അരച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കട്ടെ കേട്ടോ. നമുക്കെന്നാലും ഇവിടെ ബാക്കിയുള്ള കുറച്ച് മാങ്ങ ഉണ്ട്. ഈ മാങ്ങയും അതേപോലെ തന്നെ വേറെ മാങ്ങ കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് അവിടുന്ന് കുറച്ച് കൊടുന്ന മാങ്ങ അല്ലേ? ഇത് അവിടുന്ന് കുറച്ച് കൊടുന്ന മാങ്ങയായിട്ടാണല്ലേ വലിയ മാങ്ങ. ഇത് ഇന്നലെ പാലക്കാട് പോയപ്പോഴേ അവിടുന്ന് തന്നയച്ചതാ. വലിയ മാങ്ങ ഇതൊക്കെ വലുതാണ്ട. ഇതൊക്കെ മറ്റേ മാങ്ങ ഉണ്ടത്. ഇത് ഉപ്പിലിടുന്ന മാങ്ങയില്ലേ ആ മാങ്ങയാണ് സാധനം ഉണ്ടാ വലിയ മാങ്ങ. ഇതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പഴുപ്പിക്കാൻ വെക്കണം. അതൊന്നില്ലെങ്കിൽ പഠിപ്പിക്കാൻ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനമൊക്കെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപ്പിലിടാൻ വെക്കണം. ഈ സാധനമൊക്കെ ഫുള്ളും. പിന്നെ വേറെയും കുറച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം മാങ്ങ കൊണ്ടുവരും. അതിന് പഴുപ്പിക്കാൻ വെക്കണ്ട. ഇവിടെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പഴുത്തിട്ടാ. ഈ സാധനം പഴുത്തിട്ടുണ്ട് കണ്ടാ. ഇത് പഴുത്തിട്ടുണ്ട്. ഇവനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടാ. ഇവനെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവനും പഴുത്തിട്ടുണ്ട് കേട്ടാ. ഇവനും പഴുത്തു. വെക്കലും പഴുത്തു. ഇതിപ്പോൾ ഒട്ടും എടുക്കണ ഇല്ലെങ്കിൽ ഇതായി പോകും. എന്താ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പഴുക്കട്ടെ, സെറ്റായിട്ട് പഴുക്കട്ടെ. നമ്മളിങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിന്നാം നല്ല രീതിയിൽ. ഈ മാങ്ങ സീസണിൽ നമുക്ക് ഇതുപോലെ തിന്നാൻ പറ്റുള്ളൂ മാങ്ങ. അപ്പോൾ ഈ സാധനമൊക്കെ ഇനി അടുത്തത് മുറിച്ച് ഉപ്പിലൊക്കെ ഇടണം, സെറ്റാക്കണം ഒക്കെ ചെയ്യണം. ഇതും പഴുത്തിട്ടുണ്ട് ഇട്ട സാധനം ഉണ്ടാ. ഇതും പഴുത്തിട്ടുണ്ട് സാധനം. ഇവനും പഴുത്തിട്ടുണ്ട്. ഇവനൊക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇതൊക്കെ മുറിച്ച് നമുക്ക് ഉപ്പിലിടാം. ഓക്കെ. ഈ സാധനമാണ് ഒരു പീസിനൊക്കെ പോയി കഴിഞ്ഞാലേ, ഒരു പീസിന് ഈ സാധനം കട്ട് ചെയ്തിട്ട് ഒരു പീസിന് 20 ഉറുപ്പ്യൊക്കെ തന്നെ മേടിക്കല് സാധനമൊക്കെ ഉണ്ടാ. അത് കട്ട് ചെയ്യാം. പിന്നെ ഇപ്പം നമുക്ക് ജ്യൂസ് അടിക്കാം വീട്ടിൽ. സാധനേ നമുക്ക് ഈ സാധനം കഴിച്ചിട്ടില്ലാതെ എന്ത് പേരെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഇതിൻ്റെ പേരൊക്കെ പലതും പല പല പേരാണ് കേട്ടോ. കണ്ടമാനുള്ളതുകൊണ്ടേ ഏത് മാങ്ങ എന്താണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇത് കഴിച്ചു നോക്കാം നമുക്ക്. ഈ സാധനം അമ്മ ഇതിൻ്റെ ഈ മാങ്ങയുടെ പേരെന്താ അറിയോ അമ്മക്ക്? ഈ മാങ്ങയുടെ പേരറിയോ? ഇതാണ് പങ്ങനംപല്ലി മാങ്ങ കേട്ടോ. നമ്മളിവിടെ എന്താ പറയാ ഇതിനെ? പങ്ങനംപല്ലി എന്നാണ് ഈ സാധനത്തിന് പറയാ. ഇല്ല അല്ലേ? ഈ സാധനം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ സാധനം. അടിപൊളിയാണ്ടോ, സൂപ്പറായിട്ട്. നല്ല തേൻ പോലത്തെ മാങ്ങ. ഇതെന്തിനാ പേര് പറഞ്ഞ? പങ്ങനപ്പല്ലി. നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുള്ളവര് കമന്റ് ഇട്ടാ, കേൾക്കാത്തവരുണ്ടെങ്കിലും കമന്റ് ഇട്ടോ. ഇതിന്റെ പേര് പങ്കനപ്പല്ലി. മാങ്ങകളിൽ തന്നെ ഒരു ലോഡ് വെറൈറ്റി ഉണ്ട്. പങ്കനപ്പല്ലി, മാമ്പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് അൽഫോൺസ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതില് പെട്ട ഒരെണ്ണമാണ് പങ്കനപ്പല്ലി. അതുപോലെ കിളിമൂക്ക്, അൽഫോൺസ്, സിന്ദൂരം ഒക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങ ഒക്കെ ഉണ്ടാവണത് അവിടെ. ഞങ്ങളൊക്കെ മരത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കലുണ്ട്. കുറേ ആയി കഴിക്കാണ്ട്. ഇപ്പോഴാണ് നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയത്. എന്തായാലും അടിപൊളി. ചാറ് ചാറ് മാത്രമാക്കി, ഗ്രേവി മാത്രമാക്കി. സെറ്റ്. ഈ സാധനം കഴിച്ചു നോക്കാം കേട്ടോ. പപ്പടം ഇതാ. അത് മാങ്ങ, അവിടുത്തെ മാങ്ങ ചെറിയ മധുരമൊക്കെ ആയിട്ട് കഴിച്ചു നോക്കട്ടെ കേട്ടോ. എന്താ പറഞ്ഞു ചൂട്.
സൂപ്പറായി. അടിപൊളിയുണ്ട്. അടിപൊളി. മാംസം പിന്നെ പിന്നെ മാങ്കറി ട്ടാ. ഇന്ന് നല്ല മാങ്കറി മാങ്കറി ഇട്ടാ. അത് വേണ്ട അങ്ങനെയല്ലേ സൂപ്പറല്ലേ സൂപ്പർ. മാങ്കറി അല്ലേ? മാങ്ങക്കറി അടിപൊളി. നല്ല മധുരവും സൂപ്പർ. ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തല മോരൊക്കെ വെച്ച് സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ടില്ലേ മാങ്കറി? അല്ലേ? ആണ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഉമ്മ ഇവിടെ കഴിക്കുന്നുണ്ട്. നമ്മളിത് അങ്ങനെ കഴിക്കാറില്ല പൊതുവെ. അപ്പോൾ സൂപ്പർ.